ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ആഫ്റ്റർ ലോങ് ടൈം ഡീപ്പ് ക്ലീൻ ആണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. ആദ്യം ഫ്രിഡ്ജിലുള്ളിലുള്ളത് എല്ലാം പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് കാലമായി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് ഇരുന്നത് കൊണ്ട് ഫ്രിഡ്ജ് ഫുള്ള് വൃത്തികേടായിട്ടുണ്ട്. ക്ലീനിങ്ങിന് മുമ്പ് ഇതാണ് ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. പിന്നെ അതുമാത്രമല്ല, ഞാനൊരു ക്ലീനിങ് സൊല്യൂഷൻ ഫ്രിഡ്ജിൻ്റെ മീനിൻ്റെ സ്മെല്ലും അതുപോലെ കറികളും മറിഞ്ഞതിൻ്റെ സ്മെല്ലും എല്ലാം പോവാൻ വേണ്ടിയിട്ട് ഒരു ക്ലീനിങ് സൊല്യൂഷനും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും ആയിട്ട് പങ്കുവെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പുറത്ത് വെക്കുന്നുണ്ട്. പിന്നെ ക്ലീനിങ്ങിന് മുമ്പ് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജ് ഓണിലായിട്ട് ചെയ്യാൻ പാടില്ല, ഓഫ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അങ്ങനെ സാധനമെല്ലാം മാറ്റിയിട്ടാകുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേയുള്ള എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ്. ഇത്രത്തോളം വൃത്തികേടായിട്ടുണ്ട്, അഴുക്കായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഷെൽഫും ട്രേയും എല്ലാം റിമൂവ് ചെയ്ത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് വാഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ കറി മറിഞ്ഞതും മീൻ്റെയും സ്മെല്ലെല്ലാം നമുക്ക് നല്ലപോലെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ട്രേയും എല്ലാം ഞാൻ എടുത്തു മാറ്റുന്നുണ്ട്. ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ഒന്ന് തന്നെ. കാരണം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് ഒരേ ഒരു സ്ഥലം ഫ്രിഡ്ജാണല്ലേ. അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡീപ്പ് ക്ലീൻ ആയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം എല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊന്ന് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ കോർണറും എല്ലാം ഉപയോഗിച്ച് അത് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് മീൻ്റെ സ്മെല്ലും അതുപോലെ കറി മറിഞ്ഞ സ്മെല്ലും ആ ബാഡ് സ്മെല്ലും പോകാൻ വേണ്ടിയിട്ട് വിനാഗിരി ഉപയോഗിച്ചിട്ടും കൂടി ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഒന്ന് പൊടി തട്ടിയ ശേഷം പിന്നെ ഞാനൊന്ന് വിനാഗിരി ഉപയോഗിച്ചിട്ട് ഉൾഭാഗമെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മളെ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയി ഒരു ഫ്രഷ് സ്മെല്ല് നമ്മളെ ഫ്രിഡ്ജിനുണ്ടാവും. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെല്ലാം നല്ല പോലെ തുടച്ചെടുക്കുന്നുണ്ട്. കോർണറും ഡോറിൻ്റെ സൈഡും ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫ്രിഡ്ജ് വളരെ നീറ്റാവും. അപ്പോൾ ഞാൻ എല്ലായിടവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി വാഷ് ചെയ്ത ഷെൽഫെല്ലാം നല്ലപോലെ ഡ്രൈ ചെയ്ത ശേഷം പിന്നെ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വാഷ് ചെയ്തിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി തുടച്ചതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് തന്നെ കറക്റ്റായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പ്രോപ്പർ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും നടക്കണം എന്നില്ല. അപ്പം കഴിയുന്നതും പിന്നെ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് നീറ്റാക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പം എനിക്ക് കുറച്ച് നാളായി പ്രോപ്പർ അറേഞ്ച്മെൻറ്റും ചെയ്യാനും പ്രോപ്പർ ക്ലീനിങ്ങും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജ് എപ്പം ക്ലീൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും വിനാഗിരി ഉപയോഗിച്ചിട്ട് തുടക്കുന്നത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബാക്ടീരിയൻ്റെ ഇതും അതുപോലെ ബാഡ് സ്മെല്ലും എല്ലാം പോകാൻ വേണ്ടിയിട്ട് വിനാഗിരി ഉപയോഗിച്ച് ഫ്രിഡ്ജ് തുടക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ.
നല്ലപോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ട്രേയിൽ നമുക്കൊന്ന് തുടച്ചെടുത്ത ശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് തന്നെ ഫിക്സ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് വെക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ ഞാനത് കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം എല്ലാം ക്ലീൻ ചെയ്ത് നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മളെ ഫുഡ് ഐറ്റംസും പച്ചക്കറിയും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ പച്ചക്കറിയെല്ലാം ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ്, പിന്നെ ഫ്രിഡ്ജിലെപ്പോൾ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് ഐറ്റംസും പച്ചക്കറിയും അങ്ങനെയെല്ലാം സാധനങ്ങളെല്ലാം ഞാനൊന്ന് ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ഭാഗം അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ മീനെല്ലാം വെക്കുന്നതിലാടെയും നല്ലപോലെ തുടച്ചെടുത്ത് വിനാഗിരി ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.